വെൽക്കം ബാക്ക് ടു അസു സ്റ്റഡി കോർണർ. നിങ്ങൾക്കറിയാമോ, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ സ്മരണയാണ് ജൂലൈ 21 ചാന്ദ്രദിന ആഘോഷം. ഭൂമിയുടെ പ്രകൃത്യാ ഉള്ള ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഗ്രഹരൂപീകരണ വേളയിൽ ഭൂമിയിൽ നിന്ന് അടർന്നു പോയതാണെന്നും ഭൂമി ആകർഷിച്ച് പിടിച്ചെടുത്തതാണെന്നുമുള്ള സിദ്ധാന്തങ്ങൾക്ക് പുറമെ ഒരിക്കൽ 2 ചന്ദ്രന്മാരുണ്ടായിരുന്നുവെന്നും അവ കൂടിച്ചേർന്നാണ് ഇപ്പോഴുള്ള ചന്ദ്രനായതെന്നുമുള്ള ഒരു സിദ്ധാന്തവും നിലനിന്നിരുന്നു. ഏകദേശം 460 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ചന്ദ്രൻ രൂപം കൊണ്ടതെന്ന് കരുതുന്നു. 3474.8 കിലോമീറ്റർ വ്യാസവും 1917 കിലോമീറ്റർ ചുറ്റളവുമുള്ള ചന്ദ്രൻ ഭൂമിയെപ്പോലെ തന്നെ ഒരു പൂർണ്ണ ഗോളാകൃതിയിലല്ല ഉള്ളത്. മധ്യരേഖാവ്യാസവും ധ്രുവരേഖാവ്യാസവും തമ്മിൽ 4 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ചന്ദ്രന്റെ ഗുരുത്വബലം ഭൂമിയുടെ 1/6 ഭാഗമാണ്. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം 3,63,301 കിലോമീറ്ററാണ്. വ്യാസം 3474.8 കിലോമീറ്റർ. താപനില പകൽ 134 ഡിഗ്രി സെൽഷ്യസ്, രാത്രി -153 ഡിഗ്രി സെൽഷ്യസ്. ഓർബിറ്റൽ വെലോസിറ്റി 3680 കിലോമീറ്റർ പെർ ഹവർ. വലിയ ഗർത്തം 4.5 കിലോമീറ്റർ ആഴം. വലിയ പർവ്വതം 5 കിലോമീറ്റർ ഉയരം. ഒരു ചാന്ദ്രദിനം 708 ഭൗമ മണിക്കൂർ, അതായത് സൂര്യോദയം മുതൽ സൂര്യോദയം വരെ. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് വർഷം തോറും 1.5 ഇഞ്ച് അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രനിൽ അഗ്നിപർവ്വതങ്ങളില്ല. ഭൂകമ്പം പോലെ ചാന്ദ്രകമ്പനങ്ങൾ അല്ലെങ്കിൽ മൂൺ ക്വേക്സ് ഉണ്ടാകാറുണ്ടെങ്കിലും അവ തീവ്രമാകാറില്ല. ചന്ദ്രന്റെ ഭ്രമണപഥം ഭൂമിയുടെ പാതയിൽ നിന്ന് 5 ഡിഗ്രി ചെരിഞ്ഞാണുള്ളത്. ഭൂമിയുടെ കാന്തിക ശക്തിയുടെ 1000-1 മാത്രമാണ് ചന്ദ്രന്റെ കാന്തിക ശക്തി. ചന്ദ്രൻ സ്വയം ഭ്രമണം ചെയ്യുന്നതിനും ഭൂമിയെ പരിക്രമണം ചെയ്യുന്നതിനും ഒരേ സമയമെടുക്കുന്നത് കൊണ്ട് ചന്ദ്രന്റെ ഒരു വശം മാത്രമേ എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരാറുള്ളൂ. എന്നാൽ അല്പം ദീർഘവൃത്താകാരമായ ഭ്രമണപഥവും ഭ്രമണ പരിക്രമണ നിരക്കുകളിലെ അനുപാതത്തിലുള്ള നേരിയ വ്യതിയാനവും കാരണം ചന്ദ്രന്റെ 59% ഭാഗം ഭൂമിയിൽ നിന്നും കാണാൻ കഴിയും. ഭൂമിക്കുള്ളതുപോലെ ചന്ദ്രന് അന്തരീക്ഷമില്ല. അന്തരീക്ഷമില്ലാത്തതുകൊണ്ട് ചന്ദ്രന്റെ താപനിലയിൽ രാത്രിയിലും പകലിലും ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ വളരെ വലുതാണ്. ചന്ദ്രന്റെ മധ്യരേഖാ പ്രദേശത്ത് പകൽ താപനില 127 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമ്പോൾ രാത്രിയിലത് -173 ഡിഗ്രി സെൽഷ്യസ് വരെ താഴും. ചന്ദ്രന്റെ ധ്രുവ പ്രദേശങ്ങളിലുള്ള ചില വലിയ ഗർത്തങ്ങളിലെ താപനില രാത്രി പകൽ വ്യത്യാസമില്ലാതെ ഏകദേശം -240 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. സൂര്യപ്രകാശം ഏൽക്കുന്ന ചന്ദ്രന്റെ ഉപരിതലത്തിലെയും അവിടെയുള്ള ഗർത്തങ്ങളിലെയും താപനില പകൽ സമയത്ത് തിളയ്ക്കുന്ന ചൂട് മുതൽ മരവിപ്പിക്കുന്ന തണുപ്പ് വരെ ആയിരിക്കും. പൂർണ്ണചന്ദ്രന്റെ കാന്തികമാനം -12.7 സൂര്യന്റേത് -26.7 ആണ്. സൂര്യന്റെ കാന്തികമാനം 3,98,110 ചന്ദ്രന്മാരുടെ കാന്തികമാനത്തിന് തുല്യമാണ്. കാന്തികമാനം കുറയുമ്പോഴാണ് മെസ്സിയർ ചട്ടങ്ങൾ അനുസരിച്ച് പ്രകാശ തീവ്രത വർദ്ധിക്കുന്നത്. -12.7 -26.7 തമ്മിൽ പ്രകാശ തീവ്രതയിലുള്ള വ്യത്യാസത്തിന്റെ അനുപാതം 3,98,110:1 ആണ്. അതിനർത്ഥം 3,98,110 പൂർണ്ണ ചന്ദ്രന്മാരുടെ പ്രകാശമുണ്ട് സൂര്യന് എന്നാണ്. ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡും സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം 8 മിനിറ്റ് 20 സെക്കൻഡുമാണ്. മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ ഉപഗ്രഹമാണ് സ്പുട്നിക്. സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച ഈ ഉപഗ്രഹം 1957 ഒക്ടോബർ 4 ഭ്രമണപഥത്തിൽ എത്തിയത്. ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ചത് സ്പുട്നിക് ആണ്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് സ്പുട്നിക് വിക്ഷേപിച്ചത്. ബഹിരാകാശ ഗവേഷണത്തിന്റെ ഭാഗമായല്ല, മറിച്ച് യാദൃശ്ചികമായ ഒരു ബാലിസ്റ്റിക് പരീക്ഷണമാണ് ഇതിൽ കലാശിച്ചത്. കാര്യമായ പര്യവേക്ഷണ സാമഗ്രികളൊന്നും തന്നെ ഇല്ലാതിരുന്ന സ്പുട്നിക് ഭൂമിയെ വലം വെച്ചതല്ലാതെ രേഖകൾ ഒന്നും ശേഖരിച്ചില്ല. ജീവികളിൽ ഉണ്ടായേക്കാവുന്ന വിവിധ ജൈവ പ്രക്രിയകളും സൂക്ഷ്മ ഗുരുത്വാകർഷണവും ഫലങ്ങളും മറ്റും അറിയാൻ മനുഷ്യന്റെ ബഹിരാകാശ യാത്രയ്ക്ക് മുൻപേ ജീവജാലങ്ങളെ ബഹിരാകാശത്തേക്ക് അയച്ചിരുന്നു. അമേരിക്കയും റഷ്യയും ഇതിനായി പല പര്യവേക്ഷണങ്ങൾ നടത്തി.
കുരങ്ങുകൾ, നായ്ക്കൾ, പൂച്ചകൾ, മത്സ്യം, ആമകൾ, എലികൾ, മുയലുകൾ, തവളകൾ, ചിലന്തികൾ, കാടമുട്ടകൾ, പ്രാണികൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന പല ജീവികളെയും ബഹിരാകാശത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ദൗത്യം പൂർത്തിയാക്കാനാവാതെ പല ജീവികളും മരണമടയുകയായിരുന്നു. 1957 നവംബർ 3 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 2 പേടകത്തിൽ ബഹിരാകാശത്തേക്ക് ലേക്ക എന്ന പട്ടിയെ അയച്ചു. ബഹിരാകാശത്തെ ഭാരമില്ലായ്മ ജീവികളെ എങ്ങനെ ബാധിക്കുമെന്നറിയാനായിരുന്നു ഇത്. ആദ്യമായി ഭൂമിയെ ഭ്രമണം ചെയ്ത ഈ ജീവിക്ക് പേടകത്തിൽ വെച്ച് ജീവൻ നഷ്ടമായി. 1961 അമേരിക്ക ബഹിരാകാശത്തേക്ക് അയച്ച ഹാം എന്ന ചിമ്പാൻസി ജീവനോടെ തിരികെ എത്തി. ബഹിരാകാശത്തേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിൽ നിർണായകമായ ഒരു പരീക്ഷണമായിരുന്നു ഇത്. ഫ്രാൻസ് 1963 ബഹിരാകാശത്തേക്ക് അയച്ച ഫെലിക്സ് എന്ന പൂച്ച ആ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും മറ്റൊരു ബഹിരാകാശ യാത്രയിൽ മരണപ്പെട്ടു. ബഹിരാകാശ വാഹനത്തിൽ സഞ്ചരിച്ച് സുരക്ഷിതനായി ഭൂമിയിൽ തിരിച്ചെത്തിയ ആദ്യ മനുഷ്യനാണ് യൂറി ഗഗാറിൻ. 1961 ഇത്. സോവിയറ്റ് യൂണിയന്റെ വോസ്റ്റോക്ക് 3KA2 എന്ന പേടകത്തിലാണ് യാത്ര ചെയ്തത്. 1963 ജൂൺ 16 സോവിയറ്റ് യൂണിയന്റെ വോസ്റ്റോക്ക് 6 എന്ന പേടകത്തിൽ യാത്ര ചെയ്ത വാലന്റീന തെരഷ്കോവ ബഹിരാകാശത്ത് സഞ്ചരിച്ച ആദ്യ വനിതയായി. 70 മണിക്കൂർ 50 മിനിറ്റ് സമയം അവർ ബഹിരാകാശത്ത് ചെലവഴിക്കുകയും 49 തവണ ഭൂമിയെ ഭ്രമണം ചെയ്യുകയുമുണ്ടായി. ചാന്ദ്ര പര്യവേക്ഷണ വാഹനങ്ങൾ. ലൂണ 1 1959 ചന്ദ്രന്റെ 6000 കിലോമീറ്റർ അടുത്തുവരെ പറന്നു. ലൂണ 2 ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങി. ലൂണ 3 ചന്ദ്രനെ ചുറ്റി പറന്ന് ചന്ദ്രന്റെ ഫോട്ടോകൾ അയച്ചു. ലൂണ 9 ആദ്യമായി ചന്ദ്രോപരിതലത്തിലിറങ്ങി ഫോട്ടോകൾ എടുത്ത് അയച്ചു. ലൂണ 16, 20, 24 എന്നിവ ചന്ദ്രനിലെ മണ്ണ് ഭൂമിയിൽ എത്തിച്ചു. പയനീർ, റേഞ്ചർ, സർവേയർ, ലൂണാർ ഓർബിറ്റർ എന്നീ 4 ശ്രേണികളിലായിരുന്നു അമേരിക്കയുടെ ആദ്യ ദൗത്യങ്ങൾ. മനുഷ്യനെ ചന്ദ്രനിലിറക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക രൂപകൽപ്പന ചെയ്ത ദൗത്യമാണ് അപ്പോളോ. അപ്പോളോയുടെ ഒട്ടേറെ ആളില്ലാ യാത്രകൾക്ക് ശേഷമാണ് സഞ്ചാരികളുമായുള്ള ദൗത്യങ്ങൾ നടന്നത്. 1969 ജൂലൈ 16 ഫ്ലോറിഡയിൽ നിന്നാണ് അപ്പോളോ 11 വിക്ഷേപിക്കപ്പെട്ടത്. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവരായിരുന്നു യാത്രികർ. 3100 ടൺ ഭാരവും ഏതാണ്ട് 110 മീറ്റർ ഉയരവുമായിരുന്നു വാഹനത്തിന്. ദ്രവ ഓക്സിജൻ ആയിരുന്നു ഒന്നാം ഘട്ടത്തിലെ ഇന്ധനം. കിഴക്കൻ ആഫ്രിക്കയുടെ മീതെ 64 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് രണ്ടാം ഘട്ടം പ്രവർത്തിപ്പിച്ചതോടെ ആദ്യ റോക്കറ്റ് വേർപെട്ട് സമുദ്രത്തിൽ വീണു. മണിക്കൂറിലെ വേഗം 7000 കിലോമീറ്റർ ആയി. വിവിധ ഉപകരണങ്ങളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തിയ ശേഷം മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നു. ഗതിവേഗം മണിക്കൂറിൽ 40,000 കിലോമീറ്റർ ആക്കി. ഹൈഡ്രജൻ, ഓക്സിജൻ മിശ്രിതമായിരുന്നു അപ്പോൾ ഇന്ധനം. ഭൂമിയുടെ ആകർഷണ പരിധിയിൽ നിന്ന് വിട്ട് അപ്പോളോ 11 ചന്ദ്രനെ ലക്ഷ്യമാക്കി കുതിച്ചു. അപ്പോളോ 11 ഏതാണ്ട് 2 ലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ റോക്കറ്റ് 3 സെക്കൻഡ് നേരം എരിച്ച് ദിശ ശരിപ്പെടുത്തി. ഗതിവേഗം 3520 കിലോമീറ്റർ ആക്കി. അപ്പോൾ വാഹനം ഭൂമിയിൽ നിന്ന് 3 ലക്ഷം കിലോമീറ്റർ ദൂരെ ചന്ദ്രന്റെയും ഭൂമിയുടെയും ആകർഷണ തുല്യമായ ഒരു മണ്ഡലത്തിലായിരുന്നു. ഈ സമഗുരുത്വ മേഖല കടന്നു കഴിഞ്ഞപ്പോൾ ചന്ദ്രന്റെ ആകർഷണം കാരണം വേഗത 8000 കിലോമീറ്ററായി ഉയർന്നു. ചന്ദ്രന്റെ മറുവശത്ത് എത്തിയപ്പോൾ ഗതിവേഗം 5700 കിലോമീറ്റർ ആക്കിക്കൊണ്ട് ചന്ദ്രന് ചുറ്റുമുള്ള ഒരു ഭ്രമണപഥത്തിൽ എത്തിച്ചു. ആൽഡ്രിനും ആംസ്ട്രോങ്ങും ചാന്ദ്രപേടകത്തിൽ കടന്നു. കോളിൻസ് മാതൃപേടകമായ കൊളംബിയയെ നിയന്ത്രിച്ചു. Stay tuned for the next part. Thanks for watching. If you like this video, please do subscribe and share.